സിറ്റിസൺ ജേർണലിസം റൗണ്ടിലേക്കായി സ്വാഗതം ചെയ്യുന്നു മലപ്പുറം സ്വദേശിയായ ഷിഹാബിനെ. ഷിഹാബ്, സ്വാഗതം. കരുത്തുറ്റ ആത്മവിശ്വാസത്തിനുടമയായ ഷിഹാബ് ജേർണലിസ്റ്റ് എന്ന വേഷം കെട്ടിയപ്പോൾ എങ്ങനെയുണ്ട് എന്ന് എത്രയും വേഗം കണ്ട് മനസ്സിലാക്കാം. വീഡിയോ കോളിലേക്ക് പോകാം. മലപ്പുറം ജില്ലയുടെ ഭൂപടത്തിൽ നിന്നും മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു കാലത്ത് വളരെ മനോഹരമായിരുന്ന ഈ പ്രദേശം ഇന്ന് കോറി മാഫിയകളുടെ പിടിയിലാണ്. മലപ്പുറം ജില്ലയിലെ മൈലാടി എന്ന പ്രദേശം ഓർമ്മയായി മാറുകയാണ്. ഒരു കാലത്ത് ഹരിതാപവും കരിമ്പാറകളാൽ സമൃദ്ധവുമായിരുന്ന ഈ പ്രദേശം ഇന്ന് കോറികൾ സൃഷ്ടിച്ച ഗർത്തങ്ങളുടെ താഴ്വരയാണ്. ഈ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ ഞങ്ങളെ ക്യാമറയെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാഴ്ചയായിരുന്നു കോറിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന വീടുകൾ. ഇവിടെ കോറിയിൽ നിന്ന് കല്ല് പൊട്ടിക്കുന്ന സമയത്ത് അത് വീടിൻ്റെ അകത്തോട്ട് വരെ തെറിച്ച് കയറുന്നു എന്ന് ഇവിടുത്തെ ആളുകൾ പറഞ്ഞപ്പോൾ ആ രംഗങ്ങൾ ഞങ്ങൾ പകർത്താൻ ശ്രമിച്ചു. പൂക്കോട്ടൂർ പഞ്ചായത്തിലെ മുറ്റഭൂമി പ്രദേശങ്ങളായിരുന്നു മൈലാടിൽ കൂടുതലായി ഉണ്ടായിരുന്നത്. കരം തീരുവയടക്കം കിട്ടാത്തതുകൊണ്ട് പലരും കിട്ടിയ വിലക്ക് വിറ്റ ഭൂമിയാണ് കോറി മാഫികൾ സ്വന്തമാക്കി കോടികൾ ലാഭം കൊയ്യുന്നത്. അനധികൃത ഖനനം മൂലം ചുറ്റുപാടുള്ള വീടുകൾ തകരുന്നത് തുടർക്കഥയാണ് മൈലാടിയിൽ. ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പലതവണ പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. എവിടെയും ദാരിദ്ര്യമാണല്ലോ ചോദ്യം ചെയ്യപ്പെടുക. ഇവിടെയുള്ള ജനങ്ങൾ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളാണ്. അപ്പോൾ അവർക്ക് തൊഴിൽ കിട്ടും എന്നുള്ളതുകൊണ്ട് ആരും കംപ്ലയിൻറ്റ് ചെയ്തില്ല. പിന്നെ അന്നുണ്ടായിരുന്നത് കൈക്കുയ്യ് അടിക്കായിരുന്നു. അറിയാലോ കൈക്കുയ്യ് അടിക്കുക എന്താ പറഞ്ഞാൽ. ഇപ്പോൾ കംപ്രസറൊക്കെ വന്നപ്പോൾ അത് കൂടുതൽ ശല്യമായി. പിന്നെ ഏറ്റവും ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ കരിമരുന്നിട്ടിട്ടാണ് പൊട്ടിക്കുക. ആദ്യമൊന്നും അത്ര ഭീഷണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഈ മേലെ കാണുന്ന ആ കോറിയിൽ നിന്ന് കല്ല് വന്നിട്ട് എൻ്റെ വീടിൻ്റെ ഗിൽസൊക്കെ നെളുങ്ങിപ്പോയി. വീടുമൊക്കെ ഓടുമൊക്കെ സ്ഥിരമായിട്ട് കല്ല് വരലുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രയാസം എന്ന് പറഞ്ഞാൽ ഈ കല്ല് വരുന്നതിലേറെ പ്രയാസം കരിമരുന്നിൻ്റെ അമിതമായ ഉപയോഗം കാരണം കുട്ടികൾക്കൊക്കെ ശ്വാസം മുട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ആരും പരാതിപ്പെടാൻ പേടിക്കും, കാരണം നാട്ടുകാരെ ചോറാണ് എന്നുള്ളവർക്ക്. പിന്നെ അവസാനം ഗതി കെട്ടിട്ടാണ് ഞാൻ പരാതിപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ 2 കുട്ടികളാണ് ഈ കോറിയിൽ നിന്ന് മരിച്ചത്. കരിങ്കൽ ഖനനത്തിനുള്ള ലൈസൻസോടെ പ്രവർത്തിക്കുന്ന ഒരു കോറി പോലും മൈലാടിയിലില്ല. പ്രദേശത്ത് 10ലധികം അനധികൃത കോറികൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അനധികൃതമായി പ്രവർത്തിക്കുന്ന കോറികളാണ് ഇവിടെയുള്ള ഈ പ്രദേശത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന സത്യമാണ് ഞങ്ങൾക്ക് ഇവിടെ എത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതിനേക്കാൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു കോറിക്ക് പോലും വ്യക്തമായ ലൈസൻസോ ജിയോഗ്രഫി വകുപ്പിൻ്റെ പെർമിഷനോ ലഭിച്ചിട്ടില്ല എന്നതായിരുന്നു. പരിസ്ഥിതി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും എതിർപ്പുകൾ മറികടന്നുകൊണ്ട് ഇവിടെ കോറി ഖനനം തുടരുകയാണ്. അധികൃതർ വേണ്ട സമയത്തൊരു നടപടി എടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ ചരമഗീതത്തിന് പോലും ഈ പ്രദേശം ഇനി ബാക്കിയുണ്ടായി എന്ന് വരില്ല. മലപ്പുറം ജില്ലയിലെ മൈലാടി കോറിയിൽ നിന്നും ഷിഹാബുദ്ദീൻ CP. കാത്തിരിപ്പിന് ഒരു നിമിഷം കൂടെ വൈകാതെ നമുക്ക് ജഡ്ജസിൻ്റെ അഭിപ്രായത്തിലേക്ക് പോകാം. സിറ്റിസൺ ജേർണലിസം റൗണ്ടിൽ ജേർണലിസ്റ്റ് എന്ന ഷിഹാബുദ്ദീനെ കാണാം. മോഹൻകുമാർ സർ. Sir.
സിഹാബിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സിഹാബ് വളരെ നന്നായിട്ട് ആ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നു. കൺഗ്രാറ്റ്സ്. പിന്നെ എനിക്ക് തോന്നി അത് കുറച്ചുകൂടി എഫർട്ട് എടുക്കാമായിരുന്നു. ഇപ്പം സിഹാബ് ചെയ്തിരിക്കുന്നത് അവിടെ കണ്ട കുറച്ച് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് പോയിട്ടില്ല അല്ലേ? സിഹാബ് പറയുന്നുണ്ട് അവിടെ ഈ കോറി കയങ്ങളിൽ വീണ് കുട്ടികൾ മരിച്ചു എന്ന് പറയുന്നു. അതുപോലെ കോറികൾ ഇങ്ങനെ അനധികൃതമായിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്നതുകൊണ്ട് വീടുകൾക്കെല്ലാം കരിങ്കല്ലൊക്കെ വന്ന് വീണ് നാശനഷ്ടം ഉണ്ടാകുന്നത് അവരുടെ വേർഷനൊക്കെ പറയുന്നുണ്ട്. ആ ഒരു വശം നമുക്ക് കിട്ടുന്നുണ്ട് കോറിയുടെ അവിടുത്തെ ഒരു ഭവിഷ്യത്തിനെ കുറിച്ച്. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു മറുവശം സിഹാബ് തന്നെ ഒരു ബൈറ്റിൽ ഒടുവിൽ പറയുന്നുണ്ട്, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ അനുമതി ഇല്ലാതെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് പറയപ്പെടുന്നു എന്നാണ് പറയുന്നു. പക്ഷേ അതിൻ്റെ ഒരു ആധികാരികതയിലേക്ക് സിഹാബിന് പോകാമായിരുന്നു അല്ലേ? മൈനിങ് ആൻഡ് ജിയോളജിയുടെ അധികൃതരുമായിട്ട് സംസാരിച്ച് ഈ കോറികൾക്ക് ലൈസൻസ് ഉണ്ടോ, അനുമതി ഉള്ളതാണോ, പെർമിറ്റ് ഉള്ള കോറിയാണോ എന്ന് നോക്കാമായിരുന്നു. അല്ലെങ്കിൽ അവിടുത്തെ തഹസിൽദാരെ കാണാമായിരുന്നു. തഹസിൽദാരെ കണ്ടിട്ട് ആ കോറികൾക്ക് അനുമതിയുണ്ടോ, ഗവൺമെൻറ് നോ ഒബ്ജക്ഷൻ കൽക്കടെ നോ ഒബ്ജക്ഷൻ കിട്ടിയതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാമായിരുന്നു. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അനധികൃത കോറികളാണ്. അനധികൃത കോറികളാണെങ്കിൽ എന്തുകൊണ്ട് ഈ അനധികൃത കോറികൾ നിരോധിക്കുന്നില്ല എന്നൊരു ചോദ്യം അവിടെ വരും. അപ്പം അതിനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അതിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം അവിടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളാണ്. അത് ശരിക്കും ആ സ്റ്റോറിയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരു വിഷയം നന്നായിട്ട് സിഹാബ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വിഷയത്തിൻ്റെ നാനാവശങ്ങളിലേക്ക് ആ ഒരു സിറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ കണ്ണ് എത്തിച്ചേർന്നില്ല. അങ്ങനെ ഒരു വലിയൊരു ഡിഫക്റ്റ് ആ സ്റ്റോറിക്ക് ഭവിച്ചിട്ടുണ്ട്. സർ, ഞങ്ങൾ രാവിലെയാണ് ഷൂട്ട് ചെയ്തത്. ഒരു 8 മണിയായപ്പോഴത്തേക്കിനും ഷൂട്ട് തീരേണ്ടി വന്നു. രാവിലെ പോയാലവിടെ കോറികൾ പൊട്ടിക്കുന്ന സീനും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ പോയത്. അപ്പോൾ നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാണ് അവർ 4 മണിയാകുമ്പോഴത്തേക്കിനും കംപ്രസറൊക്കെ കൊണ്ട് അവിടെ നിന്ന് പോകും പൊട്ടിച്ചിട്ട്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ രാവിലെ ചെന്നിട്ട് 8 മണിയായപ്പോഴത്തേക്കിനും ഷൂട്ട് തീർന്നു. അപ്പോൾ ഇവിടെ ബൈറ്റ് എടുക്കാൻ പറ്റില്ല. അവിടെ എങ്ങനെയാണ് ജാക്ക് ഹാമർ വെച്ചാണോ കൈത്തമര് വെച്ചാണോ എങ്ങനെയാണ് പൊട്ടിക്കുന്നത്? ജാക്ക് ഹാമർ വെച്ചല്ലേ? അപ്പോൾ ജാക്ക് ഹാമർ ഒന്നും അതിനകത്ത് കണ്ടില്ല, ഒന്നും വിഷ്വൽസ് ഒന്നും കിട്ടിയില്ല അല്ലേ? എന്താ ആ സ്ത്രീ കംപ്ലൈൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തൽക്കാലം അതിൻ്റെ പ്രവർത്തനം നിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് കളക്ടർ വന്നിട്ട് 2 പ്രാവശ്യം കംപ്രസർ കടന്ന് പിടിച്ച് കൊണ്ടുപോയതാണ്. അതിന് ശേഷം ഇപ്പോൾ അവർ ചെയ്യുന്നത് 4 മണിയാകുമ്പോഴത്തേക്കിനും പൊട്ടിച്ചിട്ട് അവർ സാധനങ്ങൾ കൊണ്ട് അവിടെ നിന്ന് പോകും. നമുക്ക് ചെന്നാൽ ഒന്നും ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ പൊട്ടിച്ചിട്ട് രംഗങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിൽ ഇത്ര ഒരു പ്രദേശത്തിൻ്റെ വലിയൊരു ഗൗരവമായൊരു വിഷയം എക്സ്പോസ് ചെയ്യുന്നതിന് ഷിഹാബ് കാണിച്ച താല്പര്യം പ്രത്യേകം പ്രശംസനീയമാണ്. പക്ഷേ കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാമായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ഞാൻ 20-ൽ 10 മാർക്ക് തരുന്നു. മധുപാൽ സർ. ഷിഹാബ് നന്നായിരുന്നു. എന്തായാലും ഒരു ദേശത്തിൻ്റെ ദുരന്തം ഭാവി തലമുറ അനുഭവിക്കാൻ പോകുന്ന കാര്യം എക്സ്പോസ് ചെയ്തു. പക്ഷേ ഇതേ പറഞ്ഞതുപോലെ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ മാത്രമാണ് നമുക്കതിനെ കൊണ്ടുള്ള കുറച്ചുകൂടെ ഒരു അധികാരികളുടെ മുമ്പിലേക്ക് നമ്മളിപ്പോൾ ഒരു പ്രശ്നമുണ്ട്, അത് അവർക്ക് അറിയാം, ആരും ഇടപെടാത്തൊരു പ്രശ്നമാണ്. നമ്മൾ അത് തന്നെ വീണ്ടും എടുത്തു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ, റിപ്പോർട്ട് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കുറേ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഒരു കംപ്ലൈൻറ്റിൻ്റെ പുറത്തുള്ള ഒരു കാര്യത്തിനകത്ത് വിഷ്വലി ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാക്കി. പക്ഷേ ഇത് നമ്മൾ ഈ പറയുന്ന ആൾക്കാരെ കംപ്ലൈൻറ്റ് എത്തേണ്ട ഇടത്തേക്ക് എത്തുമ്പോഴാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇമ്പാക്റ്റ്. അതെ, ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഈ വിഷയം ഒന്നുകൂടെ ആളുകൾ അറിയുമെന്ന് മാത്രം. പക്ഷേ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഈ ജനങ്ങൾക്കറിയില്ല, ഈ മുഴുവൻ ജനങ്ങൾക്കോടും പറഞ്ഞിട്ടുണ്ടാവാം മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റോ കളക്ടർ അല്ലെങ്കിൽ ആഡിയോ ഒക്കെ എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്തതെന്നുള്ളത് പറയാൻ പറ്റിയിട്ടില്ല. അതുകൂടെ ഉണ്ടായിരുന്നു കുറച്ചുകൂടെ ഒന്നുകൂടെ വെരിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു, അതിൻ്റെ ഗുണമുണ്ടാവുമായിരുന്നു. എനിവേ ഓൾ ദി ബെസ്റ്റ്. 10 മാർക്ക്. താങ്ക് യു സർ. പ്രവീണ ചേച്ചി. ഷിഹാബ്, എന്താണ് പോരായ്മകളെന്നൊക്കെ മനസ്സിലായല്ലോ. ഇത് തന്നെയാണ് ചേച്ചി പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ മോൻ്റെ ഒരു പരിമിതികളെല്ലാം ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. ഇത് അവിടെ എല്ലാം ഈ പാറയുടെയൊക്കെ മണ്ടയ്ക്ക് മലയുടെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറി അല്ലെങ്കിൽ അവരോട് പോയി സംസാരിക്കാനും പലയിടത്ത് പോയി അതിന് വേണ്ട ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വളരെ നന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, 10-ൽ 6 മാർക്ക്. താങ്ക് യു ചേച്ചി. ടോട്ടൽ 26 മാർക്സാണ് സിറ്റിസൺ ജേർണലിസം റൗണ്ടിൽ ഷിഹാബുദ്ദീന് ലഭിക്കുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പെർഫോമൻസ് റൗണ്ടിലേക്കായി സ്വാഗതം ചെയ്യുന്നു കാസർഗോഡ് സ്വദേശിയായ സുരേഖിനെ. സുരേഖ്, സ്വാഗതം. പല പുതുമകൾ തേടി വരാം.
വേഷവിധാനം കണ്ടിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം സിറിയക്ക് എന്നോട് നേരത്തെ ജാമ്യം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്നും പറയരുത്. കാരണം ഒരു നർത്തകനല്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ സിറിയക്കിന് വേണ്ടി ഒന്നും കൂടെ പറയുകയാണ്, നർത്തകനല്ല, എന്നാലും ഞങ്ങളുടെ ഒരു എളിയ ശ്രമമാണ്. അപ്പോൾ നമുക്ക് കാണാം. തീർച്ചയായും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ஜிங்கி ஜிங்கி ஜிமிக்கி போட்டு ஜில்லு ஜில்லுக்கிற ரவிக்க போட்டு இங்க நீயும் கிளம்பி போற சொல்லு வேகமா, நானும் துணைக்கு வரேன் பேசிக்கிட்டே கண்ணே போவோமா. சிக்கா கிச்சிக்கா 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 சிக்கா கிச்சிக்கா கிச்சிக்கா கிச்சிக்கா. நாடு ரொம்ப கெட்டு போச்சு, நல்லதெல்லாம் செத்து போச்சு. கூட வந்து இருக்கிறேன்னு கட்டு காவலா, நீயும் கூடாதுன்னு சொல்லாதடி குட்டி கோகிலா. உசிரெடுத்து வச்சுக்கிட்டால கண்ணால என தின்னாடா. பச்சை தண்ணி போல் அட சொம்புக்குள்ள ஊத்தி வச்சு நித்தம் குடிச்சு என கொண்டாடா. பொட்ட காட்டுல ஆரங்கட்டி மழை பெஞ்சு யாருன்னு ஓடுறத பாரு. அட பட்டாம்பூச்சிதான் என் சட்டையில ஒட்டிக்கிச்சு பட்டாசு போல நான் எடுத்தேன். முட்டை கண்ணால என் மூச்செடுத்து போனவதான் கொட்ட பின்னால ஏதோ அனேண்டா. கண்ணால என தின்னாடா. பச்சை தண்ணி போல் அட சொம்புக்குள்ள ஊற்றி வச்சு நித்தம் குடிச்சு என கொண்டாடா. பொட்ட காட்டுல ஆளுங்கட்டி மழை பெஞ்சு யாருன்னு ஓடுறது பாரு. பட்டாம்பூச்சிதான் என் சட்டையில ஒட்டிக்கிச்சு பட்டாசு போல அவடுத்த. முட்டை கண்ணால என் மூச்செடுத்து போனவதான் தொட்ட பின்னால ஏதோ அனேண்டா. ചേച്ചി പെർഫോമൻസിന്റെ അഭിപ്രായത്തിലൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് പേഴ്സണലി ഒരു കാര്യം പറയാനുണ്ട്. ഇത് യുവതാരത്തിന്റെ വേദിയിലെ രണ്ടാമത്തെ പെർഫോമൻസ് ആണ്. ജീവിതത്തിലെ രണ്ടാമത്തെ ഡാൻസും യുവതാരത്തിൽ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ ഡാൻസും. ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് 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 വളർന്നു. പക്ഷെ എന്നാലും നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം പ്രവീണ ചേച്ചി ആദ്യത്തെ പെർഫോമൻസ് കണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ആ തരത്തിൽ ഒരുപാട് വളർന്നു. ഈ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പ്രവീണ ചേച്ചി. താങ്ക് യു സോണിയ. ഞാൻ അത് ചോദിക്കാതിരിക്കായിരുന്നു. ഇപ്പൊ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. ഇതെന്തുവാ സിറിയ, ഇതെന്തുവായി കാണിച്ചത്? കൊള്ളത്തില്ലെന്നാണോ? കൊള്ളത്തില്ലെന്നാ. എവിടെ നാട് എവിടെയാ? കാസർഗോഡാ. അല്ല, ഈ കൊള്ളത്തില്ലെന്നാന്നൊക്കെ ചോദിച്ചോണ്ട്. കോട്ടയത്തായിരുന്നു ഞങ്ങൾ. ആ അതെ, കോട്ടയം ഞങ്ങളുടെ നാട്. ഒരു ഇത് വരുന്നതാണ്. എന്തായാലും എനിക്ക് രസകരമായിട്ടാ തോന്നിയത്. എന്തോ പറയാൻ ഉദ്ദേശം എന്തോ ഈ ചെയ്തത്? ഇതെന്ത് വിഭാഗത്തിൽ പെടുന്ന ഒരു ഇതാണ്? ഇങ്ങനെയൊക്കെ കാണിച്ചതിന്റെ അർത്ഥം എന്താണ്? പറയാൻ ഉദ്ദേശിച്ചു പ്രത്യേകിച്ച് അതൊന്നും ചോദിക്കരുത്. കൊറിയോഗ്രാഫർ പറഞ്ഞു ഇന്ന ഡാൻസ് സ്യൂട്ടായിരിക്കും, അത് കളിച്ചു നോക്കാൻ പറഞ്ഞു.
അങ്ങനെ കളിച്ചാ സ്വയം ഒന്നും വിലയിരുത്തി നോക്കി എന്താ ചെയ്തേ? എന്താ മിക്കവാറും പെണ്ണ് ഉപേക്ഷിച്ച് പോയപ്പോൾ ഏതെങ്കിലും സംഭവമായിരിക്കും. അത് ശരി, വട്ടായി പോയ ആള് നിന്ന് ചെയ്തായിരിക്കാം. അങ്ങനെയാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത് അല്ലേ? അങ്ങനെയാണ്. എന്തായാലും ഒരു എക്സ്പ്രഷനും ഇല്ലായിരുന്നു. ആ കൂടെ കളിച്ച കുട്ടികളൊക്കെ എന്ത് രസമായിട്ടാണ് അവരെ റിയാക്ഷൻസും എക്സ്പ്രഷൻ എന്തെങ്കിലും കാണിച്ചാൽ മതി. അതിനകത്ത് ഇന്നത് കഥയൊന്നും ഇല്ല അതിനകത്ത്. എന്തെങ്കിലും 2 ദിവസം കിട്ടിയുള്ളൂ. 2 ദിവസം കൊണ്ട് പഠിക്കാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ വിട്ടു തന്നിരിക്കുന്ന കാര്യം, നിങ്ങളൊന്നും ഡാൻസേഴ്സ് അല്ല, പെർഫോമേഴ്സ് അല്ല. അങ്ങനെ അല്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് യുവതാരത്തിൽ എന്തോ ഒരു സെഗ്മെന്റ് തന്നിരിക്കുന്നത്. ഇപ്പം ജേർണലിസം ഉണ്ട്, അത് ഞാനതാ പറഞ്ഞത്, സർവ്വകലാവല്ലഭൻ എല്ലാ മേഖലകളിലും നിങ്ങൾ ഡയറക്ഷൻ ഉണ്ട്, മ്യൂസിക് ഉണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു റിയാലിറ്റി ഷോയിൽ വരുമ്പം ഇതൊന്നും ഒന്നുമല്ല. ഇപ്പോൾ ഒരു ഡാൻസേഴ്സിന് മാർക്കിടുന്ന പോലെയോ പിന്നെ അരിച്ചു കീറി മാർക്കിടുന്ന പോലെയോ തെറ്റുകൾ കണ്ടുപിടിക്കുന്ന പോലെ അല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ. അതൊക്കെ ഒരു നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ആദ്യമായിട്ടാണ് ഡാൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അതൊക്കെ അതിൻ്റെയൊക്കെ അറിയാനുണ്ട്. പക്ഷെ എന്നാലും ഉണ്ട്. പക്ഷെ ഭയങ്കര സിമ്പിളായിട്ട് കളിച്ചു. എന്നുവെച്ചാൽ ടെൻഷൻ ഉണ്ടായിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? ടെൻഷൻ ഉണ്ടായിരുന്നു. പാട്ടിനനുസരിച്ച് ഏത് എക്സ്പ്രഷൻ ചെയ്ത് കാണാം. ഓ, ഈ എക്സ്പ്രഷൻ എല്ലാം ഉള്ളിലൊതുക്കി, ഭാവങ്ങളെല്ലാം ഉള്ളിലൊതുക്കി പുറത്തേക്ക് വന്നില്ല. എന്നുള്ള അഭിനയം കേട്ടിട്ടില്ലേ? അത് പുറത്തേക്ക് വന്നില്ല. പക്ഷെ ആ ടെൻഷൻ മുഖത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി, വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിർവികാരമായിരുന്നു. പക്ഷെ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം കാണിച്ചാൽ മതി, കാണാനൊരു രസമാണ്. ആ എന്ന് വെച്ചാൽ മറ്റ് ബാക്കിൽ നിന്ന കുട്ടികളൊക്കെ നന്നായിട്ട് ചെയ്തപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സിറേക്കിനെയാണ് അല്ലേ? കൂടുതലും എല്ലാവരും ശ്രദ്ധിക്കുന്നത് സെൻറ്ററിൽ നിൽക്കുന്ന ആളെയാണ്. അതുകൊണ്ട് പറഞ്ഞാൽ കാലൊക്കെ എടുത്ത് വയ്ക്കും, ഭയങ്കര പതുക്കെ, അതിനൊന്നും തറയ്ക്കൊന്നും നോവരുതേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്ര അടുത്തിരിക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റും. ഒരു എനർജി ഇല്ലാതെ കളിച്ചു. പക്ഷേ ഇതേ ചെയ്യാമായിരുന്നു അല്ലേ? ശരിയാ, റിഹേഴ്സൽ ഇത്ര 2 ദിവസം കൊണ്ട് നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തില്ല. ഞാൻ വലിയൊരു കുറ്റമായിട്ടല്ല പറഞ്ഞത്, പക്ഷേ ഓഡിയൻസിന് മനസ്സിലാവണമല്ലോ. നമ്മൾ ഈ പ്രേക്ഷകർ വീട്ടിൽ ഇരിക്കുന്നവർ കാണുമ്പോഴേക്കും എന്താ കുട്ടി ഒരു മറ്റുള്ള ഇതുമായിട്ട് കമ്പയർ ചെയ്യും. അതുകൊണ്ടാണ് മറ്റുള്ള ഷോസുമൊക്കെ ആയിട്ട് കമ്പയർ, അതുകൊണ്ട് മനസ്സിലാകാൻ വേണ്ടി കൂടെ പറയുകയാണ്. നിങ്ങളൊന്നും ഒരു ഹൈലി ടാലൻറ്റഡ് പെർഫോമേഴ്സ് ഒന്നും അല്ല. അങ്ങനെയുള്ള ഒരു ഇത്രയും സമയത്തിനുള്ളിൽ തട്ടിക്കൂട്ടി എടുക്കുന്ന ഒരു ഐറ്റമാണെന്നറിയാം ചെയ്ത്. എന്തായാലും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയും നന്നായിട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. നല്ല ഒരു താളബോധമൊക്കെ ഉണ്ട്, ഡാൻസ് ചെയ്യാൻ സാധിക്കും. ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ അതിന് സാധിക്കും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇടപ്പാങ്കൂത്തൊക്കെ കുറച്ചുകൂടെ എനർജി കൊടുത്ത് ചെയ്യും. കോൺഫിഡൻസ് ലെവൽ കൂട്ടി ചെയ്തു നോക്ക്. ഇത് നന്നാവും, ഒന്നുകൂടെ ചെയ്ത് നോക്ക്, അപ്പം നന്നാവും. അടുത്ത തവണ ചെയ്യുമ്പോൾ നന്നാവും. ഓക്കെ, ശരി ചേച്ചി. ഓക്കെ, 2020. താങ്ക് യു. മധുപാൽ സർ. സുരേഖ സാർ, പ്രവീണ പറഞ്ഞില്ലേ ഒരു ഫീൽ ഉണ്ടാക്കുക എന്നുള്ളത്. ഒരു ഡാൻസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ആ ഡാൻസിനിടയിൽ വേറെ ഒരാൾ കളിക്കുന്നത് നോക്കിക്കൊണ്ടാണ് സിറേക്ക് ഡാൻസ് കളിച്ചത് അല്ലേ? തീർച്ചയായും, അതെ അതെ. കാരണം മൊത്തത്തിലുള്ള ടെൻഷൻ ഉണ്ടാകുന്നത്, ഞാൻ പണ്ട് ആദ്യം ഞാൻ സിനിമയിൽ അഭിനയിച്ച കാലത്ത് ഞാനൊരു സിനിമയിൽ ഡാൻസ് കളിക്കാൻ വന്നപ്പോഴുണ്ടായ എൻ്റെ ഫീല് പോലെയാണത്. കാരണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റീടേക്കിൻ്റെ സാധ്യതയില്ല. അവിടെ ഒരു കാരണം അവിടെ ഒരു നമുക്ക് ഡാൻസ് ചെയ്യുമ്പോൾ ചെയ്ത് ശരിയാവുമോ എന്ന് പറയുന്നത്, ഡാൻസ് ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത ഒരാൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് തിരിച്ചറിയാനും പറ്റുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ദിവസത്തെ കുറച്ച് റിഹേഴ്സൽ കിട്ടുന്നുണ്ട്. ചെയ്തു പോകുമ്പോൾ നമ്മളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് നമ്മുടെ എക്സ്പ്രഷൻസ് ഉണ്ട്. തെറ്റിക്കോട്ടെ, ആ തെറ്റുന്നതിനെ നമ്മളുടേതാക്കി മാറ്റാനുള്ള ഒരു കഴിവ് കാണിക്കുക. ഇതെല്ലാം നമ്മളാരും പ്രൊഫഷണൽ ഡാൻസേഴ്സ് അല്ല, പക്ഷെ അത് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു എഫേർട്ട് സിറേക്കിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം കേട്ടോ. സോ ഓൾ ദി ബെസ്റ്റ്. 3 out of 20. താങ്ക് യു സർ. താങ്ക് യു സർ. മോഹൻ കുമാർ സർ. സിരേഖ്, ഞാനൊരു വിലയിരുത്തലിന് മുതിരുന്നില്ല, എനിക്ക് അതിനുള്ള സ്കില്ലില്ല ഒരു ഡാൻസിനെ കുറിച്ച് വിലയിരുത്തി പറയാനായിട്ട്. പക്ഷേ ഒരു മൊത്തത്തിലൊരു ഓളം ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു ഫീല് തോന്നിയില്ല, എനിക്കങ്ങനെ തോന്നിയത്. അപ്പോൾ മാർക്ക് പറയാം, 10-ൽ 3. താങ്ക് യു സർ. താങ്ക് യു സർ. അങ്ങനെ ജഡ്ജസ് പറഞ്ഞ പോലെ അഭിനയം വിഴുങ്ങിയതിനും കോപ്പി അടിക്കുന്നതിനും ഒക്കെ ആയിട്ട് 26 മാർക്സാണ് പെർഫോമൻസ് റൗണ്ടിൽ സിറേക്കിന് സ്വന്തമായിരിക്കുന്നത്. അപ്പോൾ ഇനി അഭിനയം വിഴുങ്ങാതെ കോപ്പി അടിക്കാതെ നമുക്ക് ശ്രമിക്കുന്നതായിരിക്കും. അടുത്ത തവണ ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നെ കൊണ്ട് പറ്റുമെന്ന്. അത് തന്നെയാണ് യുവതാരത്തിലെ ഓരോ മത്സരാർത്ഥിക്കും വേണ്ടത്, ഉള്ളതും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഒഡീസി യുവതാരം പവേർഡ് ബൈ മിനാ TMT 500യുടെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.